നാട്ടിലെ പ്രവാസികൾക്ക് ആശങ്ക ഉണ്ടാക്കാത്ത വിധം കാര്യങ്ങൾ നന്നായി വരട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ് ബ്രിട്ടനിൽ നിന്ന്? SKN ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പരസ്യമായി പ്രഖ്യാപനം നടത്തിയത് ഇതുവരെ ഞങ്ങൾ ബ്രിട്ടീഷ് താവളങ്ങളൊന്നും അമേരിക്കയ്ക്ക് നൽകിയിരുന്നില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ബ്രിട്ടന്റെ താവളങ്ങൾ ആക്രമിക്കാനായി, ഇറാനെ ആക്രമിക്കാനായി വിട്ടുകൊടുക്കുന്നു എന്നാണ് ബ്രിട്ടൻ പ്രഖ്യാപിച്ചത്. വെച്ചാൽ അതൊരു പോളിസി മാറ്റം തന്നെയാണ്. വളരെ വ്യക്തമായിട്ട് ആ തരത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. അതേ തുടർന്നാണ് ഇറാൻ സൈപ്രസിലെ RAF ആസ്ഥാനം, റോയൽ എയർഫോഴ്സിന്റെ ആസ്ഥാനത്ത് മിസൈൽ ആക്രമണം നടത്തി. അതിനെ ചെറുത്തു എന്നാണ് ബ്രിട്ടൻ അവകാശപ്പെടുന്നത്. പക്ഷേ അവിടെ ബ്രിട്ടീഷ് സേനാ താവളത്തിൽ മിസൈൽ പതിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ ട്രംപുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് യൂറോപ്യൻ നേതാക്കളെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ആ തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. SKN അതിനിടയിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ഈ എങ്ങനെയാണ് ഖമൈനിയെ കൊലപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പകൽ സമയത്ത് ആക്രമണം നടത്താൻ തീരുമാനിച്ചത് മാസങ്ങൾക്ക് മുൻപേ എങ്ങനെയാണ് ഈ ആയത്തുള്ള അലി ഖമൈനി എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, ആരൊക്കെയാണ് കാണുന്നത്, എപ്പോഴൊക്കെയാണ് മീറ്റിംഗ് നടക്കുന്നത്, അവിടെ നിന്നാണ് രാത്രികളിൽ അധികം മീറ്റിംഗ് നടത്താറില്ല, പകൽ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. പുലർച്ചെ ഇസ്രായേലിൻ്റെ സമയം 6 മണിക്ക് യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ റോറിംഗ് ലൈനിന് വേണ്ടി പുറപ്പെടുന്നു. ഒപ്പം തന്നെ ടോമഹോക്ക് മിസൈലുകളുമായിട്ട് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കണിൽ നിന്ന് തിരിക്കുന്നു. 30 ബോംബുകളാണ് വർഷിച്ചതെന്നും ആ 3 സ്ഥലത്തായിട്ട് അന്ന് ശനിയാഴ്ച രാവിലെ യോഗം വിളിച്ചിരുന്നു. അതിൻ്റെ ടെലിഫോൺ ട്രാക്കിംഗ് നടത്തി, സൈബർ ട്രാക്കിംഗ് നടത്തി. ഇവർ കൂടുന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ചോർത്തിയാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. ഈ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് കൂടിയാൽ ഒരു സ്ഥലത്തേക്ക് അറ്റാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് ആ വലിയ കോമ്പൗണ്ടിലെ 3 സ്ഥലത്തായിട്ടാണ് 48 മുതൽ 50 വരെ നേതാക്കൾ ഒത്തുകൂടിയത്. ഒരു ഭാഗത്ത് അലി ഖമനിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ടോപ്പ് അഡ്വൈസറും അതുപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവൻ, വേറൊരു ഭാഗത്ത് അവരുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ. ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് കോമ്പൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലാണ് അവർ സമ്മേളിക്കുക എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരേ സമയത്ത് തന്നെ ഈ F സീരീസിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കൻ നിർമ്മിതമാണ്. ഇവർ 30 ബോംബുകൾ വർഷിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു. ആ കൊട്ടാരം തന്നെ കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ SKN ചോദിച്ചൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങൾ UAE സുരക്ഷിതമാണോ, സൗദി സുരക്ഷിതമാണോ? ഒരു കാര്യത്തിൽ പറയാം, വളരെ ചുരുക്കം 5 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് നേരിട്ട് മിസൈൽ പതിച്ച് കൊല്ലപ്പെട്ടവരല്ല. മിസൈലുകൾ പാട്രിയോട്ട് സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ വേദക മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് തകർത്ത് കളയുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന അവശിഷ്ടങ്ങൾ കത്തി വീണിട്ടാണ് ഇപ്പോൾ ഇതിൽ 5 പേരിൽ 3 പേര് 4 പേര് മരിച്ചിട്ടുള്ളത്. ബഹ്റിനിൽ ഇന്നലെ രാത്രിയാണ് തുറമുഖത്ത് ആക്രമണമുണ്ടായത്. ആ ആക്രമണത്തിൽ മിസൈൽ തകർത്തപ്പോൾ അതിൻ്റെ ഡെബ്രിസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ വീണാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ബഹ്റിനിൽ നിന്ന് വരുന്നൊരു വാർത്ത, ഇന്നലെ രാത്രിയാണ് ഈ തുറമുഖത്ത് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ബഹ്റിൻ ശാന്തമാണ്. ബഹ്റിനിൽ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്കും നടന്നിട്ടില്ല. പക്ഷേ അൽ ജസീറയെ പോലുള്ള ചാനലുകൾ പറയുന്നത് ബഹ്റിനിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അവിടെയുള്ള മലയാളികൾ പറയുന്നു ആ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ്. അൽ ജസീറയാണ് ഏറ്റവും കൂടുതൽ ഈ ഗൾഫ് മേഖലയിൽ റിപ്പോർട്ടേഴ്സും സപ്പോർട്ടേഴ്സും ഉള്ളവർ. എന്ന് മാത്രമല്ല UAE അവർ തന്നെ പറഞ്ഞിരിക്കുന്നു 541 ഡ്രോണുകളും 250ഓളം മിസൈലുകളും അയച്ചു. പക്ഷെ അതൊന്നും നിലം പതിച്ചില്ല, അതൊക്കെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ശക്തമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ തരത്തിൽ ഇതെല്ലാം തട്ടി താഴെയിടുന്നത്. അതുകൊണ്ട് മിസൈൽ വരുന്നുവെന്ന് വിചാരിച്ചത് നിലം പതിക്കണമെന്നില്ല. വളരെ ശക്തമായ സംവിധാനമാണുള്ളത്. ഒപ്പം തന്നെ SKN ഇസ്രായേലിലേക്ക് വലിയ ആക്രമണം നടക്കുന്നുണ്ട്, തിരിച്ച് ഇറാനിലേക്കും വലിയ ശക്തമായ ആക്രമണമാണ് ജെറുസലമിൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഹൈഫ നഗരത്തിൽ
തലസ്ഥാനമായ ടെല്ലവീവിൽ. അതുപോലെ ലെബനോനിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ അയച്ചുവിട്ടുള്ളത്. ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ. SK ഓർക്കുന്നുണ്ടാവും, ഒരു വർഷം മുമ്പ് വരെ അവർ തമ്മിൽ വലിയ യുദ്ധം നടന്നതാണ്. ഹെസ്ബുള്ളയുടെ നേതാക്കളെയൊക്കെ വധിച്ചത്. ജെയിംസ് ആണ് നമുക്കപ്പം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.